ഖത്തറിൽ മീഡിയ വൺ സംഘടിപ്പിച്ച 1.5 മാസം നീണ്ട കിഫ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സമാപിച്ചിരിക്കുന്നു. അതിൻ്റെ ആവേശകരമായ ഫൈനൽ കാഴ്ചകളിലേക്കാണ് ഇനി. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായ ഖത്തർ സ്പോർട്സ് ക്ലബ്ബ് ഗ്യാലറി ആവേശം തീർത്ത മലയാളി ഫുട്ബോൾ ആരാധകർ. 1.5 മാസക്കാലം നീണ്ട വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങളുടെ കുട്ടിക്കലാശം. ഗ്രൗണ്ടിലും ഗ്യാലറിയിലും ആവേശക്കാഴ്ചകൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ DJSVയോടൊറ്റ തോൽവിക്ക് കണക്ക് തീർക്കാനുണ്ടായിരുന്നു മലപ്പുറത്തിന്. നിലവിലെ ചാമ്പ്യന്മാരുടെ പെരുമ കാക്കാൻ തൃശ്ശൂരും. എന്നാൽ ഗ്യാലറി കൂടി നൽകിയ പിന്തുണയിൽ 5 ഗോളിന്റെ വ്യക്തമായ മാർജിനിൽ മലപ്പുറം ഖത്തറിലെ ഇന്ത്യൻ ഫുട്ബോൾ രാജാക്കന്മാരായി. KMCC മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അർജന്റീനയും ഒരു ഗോളിൽ തോറ്റിട്ട് തന്നെയാണ്, ഗൗദിനോട് തോറ്റിട്ടാണ് അർജന്റീന കപ്പെടുത്തത്. അത് ഇതേ ഖത്തറിന്റെ മണമുള്ള ഖത്തർ എന്നാണ് ചെയ്തത്. ഇതാ മലപ്പുറം KMCC ഇതാ 2024 ഡിസംബർ 13 ഇവിടുന്ന് കപ്പെടുത്തിയിരിക്കുന്നു. 3-0 ആണ് പ്രതീക്ഷിച്ച് വന്നത്. പക്ഷെ 5-0 അത് ഇവർ ചെയ്തത് വളരെ മോശമാണ്. 5 വേണ്ടില്ല, പച്ച കൊന്നാ മതി, കൊല്ലണ്ടില്ലേ, ഒരു മൂല കെട്ടാൽ മതി, പക്ഷെ കൊന്നു. ഫുട്ബോൾ ഇസ് ഫുട്ബോൾ, അതാണ് അത്രയുള്ളൂ. അതാണ് KMC മലപ്പുറം. 2019 നമ്മളെ ലാസ്റ്റ് കപ്പെടുത്തത്. അതിനുശേഷം 2000 പിന്നെ കൊറോണ ആയിട്ട് മറ്റേ കളി ഉണ്ടായിരുന്നില്ല. 2018 ശേഷം നമ്മൾ തോറ്റ്. പക്ഷെ 5 വർഷമായി. 5 വർഷത്തിൽ 5 ഗോൾ ഞങ്ങൾ തോൽപ്പിച്ചത്. രണ്ടാം മിനിറ്റ് തന്നെ ഞങ്ങൾ കൊടുത്തു. ചരിത്ര വിജയം. 2 മിനിറ്റ് നോക്കുമ്പോൾ 2 മിനിറ്റ് ആയില്ല. ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന വേദിയിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ഗാനിമൽ മുഫ്തയും ഇന്ത്യൻ അംബാസഡർ വിപുലും ചേർന്നാണ് ജേതാക്കൾക്കുള്ള കിരീടം അനാച്ഛാദനം ചെയ്തത്. ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും ചടങ്ങിനെ ധന്യമാക്കി. ഇന്ത്യൻ സമൂഹത്തിന്റെ ഫുട്ബോൾ ആരവങ്ങൾക്കപ്പുറം ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ ഊഷ്മളത വെളിവാക്കുന്ന വേദി കൂടിയായി മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പിന്റെ കലാശ പോരാട്ടം. അത് മീഡിയ വണ്ണുമായി ചേർന്ന് നമ്മൾ സൂപ്പർ കപ്പ് ഇപ്രാവശ്യം നടത്താൻ തീരുമാനിച്ചപ്പോൾ തുടക്കം മുതലുള്ള ഞങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഇതിൻ്റെ ഫൈനൽ അതിഗംഭീരമായി ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇവൻ്റായിട്ട് നടത്തണമെന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും സംഗീത നിശയും കലാശപ്പോരിന് മുന്നോടിയായി നടന്നു. ദോഹ സ്റ്റേഡിയത്തിലായിരുന്നു ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ വരെയുള്ള മത്സരങ്ങൾ നടന്നത്. ഗ്യാലറികൾ നിറഞ്ഞു കവിഞ്ഞതോടെ ഫൈനൽ ഖത്തർ സ്പോർട്സ് ക്ലബിലേക്ക് മാറ്റുകയായിരുന്നു. നല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് ടീം ഇറങ്ങിയത്. പിന്നെ അതേമാതിരി നമ്മളൊരു പ്ലെയർ ഉണ്ട്, ആ പ്ലെയറിന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ ഗ്രൗണ്ടും നമുക്ക് അനുകൂലമായിട്ട് നല്ല സ്പേസിൽ നമ്മൾ പ്ലേയേഴ്സ് ഒരുപാട് സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ പൂളിൽ വരെ നല്ല ടൈറ്റ് മാച്ചാണ് ഫുള്ള് വന്നത്. ഖത്തറിലെ വിവിധ പ്രവാസി കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് 11 ടീമുകളാണ് മാറ്റുരച്ചത്. സന്തോഷ് ട്രോഫി, ISL, സൂപ്പർ ലീഗ് കേരള താരങ്ങൾ വിവിധ ടീമുകൾക്കായി പന്തുതട്ടി. ഖത്തർ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നുള്ള പ്രൊഫഷണൽ റഫറിമാരാണ് മുഴുവൻ മത്സരങ്ങളും നിയന്ത്രിച്ചത്. പ്രവാസി ഫുട്ബോൾ താരങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ടർഫുകളിൽ പന്ത് തട്ടാനും കളി പരിപോഷിപ്പിക്കാനുമുള്ള വേദിയായി മീഡിയ വൺ കിഫ് ഫുട്ബോൾ ടൂർണമെന്റ്. ഒപ്പം ലോകകപ്പിന് ശേഷം ഒരിക്കൽ കൂടി മലയാളി ഫുട്ബോൾ ആരാധകരുടെ ആരവങ്ങൾ ഗ്യാലറികളിൽ മുഴങ്ങാനും ടൂർണമെന്റ് വഴിവെച്ചു. മീഡിയ വൺ ദോഹ. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച